ഹേ ഗായ്സ് വെൽക്കം ടു GJ വേഴ്സ്. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ കണ്ട പടം മഹാവതാർ നരസിംഹയാണ്. കാണാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. കാരണം എന്ന് വെച്ചാൽ കുറേ തിരക്കുകളുമായിട്ട് കുറച്ച് ട്രാവലൊക്കെ ആയിരുന്നു. സോ കഴിഞ്ഞ ആഴ്ച കാണാനായിട്ട് പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച 25-ാം തീയതി ഇറങ്ങിയ സിനിമയാണ്. കുറച്ച് ഡിലേഡ് ആയിട്ടാണ് കാണാൻ സാധിച്ചത്. എന്തായാലും മഹാവതാർ നരസിംഹ ഒരു ആനിമേഷൻ പടമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മാറ്റാൻ തോന്നും. കാരണം എന്താ, ആനിമേഷൻ പടം, പിള്ളേരുടെ സിനിമ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് കളയും. ഒരിക്കലും അങ്ങനെ വിടരുത്. കാരണം ഇത് ഒരിക്കലും ഒരു പിള്ളേർക്ക് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സിനിമയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥകളായിട്ടുള്ള ദശാവതാര കഥകളിലെ ഒരവതാരമായിട്ടുള്ള നരസിംഹത്തിന്റെ കഥയാണ്. സോ മഹാവതാർ നരസിംഹ എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ സിനിമ കൊണ്ട് അവർ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും സിനിമകൾ വന്നുകൊണ്ടേയിരിക്കും. അടുത്ത ഏത് അവതാരമാണ് കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. എല്ലാം നിങ്ങൾക്ക് സിനിമ കാണും മനസ്സിലാവും. സോ എന്തായാലും നമുക്ക് സമയങ്ങളായ നേരെ റിവ്യൂയിലേക്ക് പോവാം. ഈ സിനിമ എന്ന് പറയുന്നത് ഹോംബാലെ പ്രൊഡക്ഷൻസ്, KGF പോലുള്ള വലിയ വലിയ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹോംബാലെ പ്രൊഡക്ഷൻസിന്റെ കീഴിൽ വരുന്ന സിനിമയാണ്. അശ്വിൻ കുമാറാണ് ഇതിന്റെ റൈറ്റിങ്ങും ഡയറക്ഷനും ചെയ്തിരിക്കുന്നത്. കോ റൈറ്റേഴ്സ് കുറച്ച് പേരുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന അശ്വിൻ കുമാറാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് ഇതൊരു വെറും ഒരു മിയർ ആനിമേഷൻ സിനിമയാണെന്ന് തോന്നില്ല. ഇറ്റ്സ് സംതിങ് മോർ ദാൻ ദാറ്റ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കുറച്ച് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൈവ് ആക്ഷൻ, ഒരു ഒറിജിനൽ സിനിമയായിട്ട്, അല്ലാതെ ഒരു ഒറിജിനൽ ആളുകളെ കൊണ്ട് അഭിനയിപ്പിച്ച ഒരു സിനിമയായിട്ട് എടുക്കാൻ പറ്റാത്തത് കുറച്ച് പരിമിതികൾ കൊണ്ടാണ്. കാരണം ഇതിനകത്ത് ആകാശത്തിലുള്ള ഒരു കൊട്ടാരവും പിന്നെ അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ കാണിക്കുന്നുണ്ട്. അസുരന്മാരുടേതായിട്ടുള്ള ഒരു ലോകവും അത്രയും സൈസിലുള്ള അങ്ങനെ ഒരു ഭയങ്കര പരിപാടികളുണ്ട്. സോ അതുകൊണ്ടാണ് അവർ ഫുള്ളി ആനിമേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ചില അത്ഭുതകരമായിട്ടുള്ള, കൂടുതൽ ഞാൻ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര സ്പോയിലേഴ്സാണ്, പക്ഷെ കുറച്ച് അത്ഭുതകരമായിട്ടുള്ള രംഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവർ ഇത് ആനിമേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അതൊരു നല്ല തീരുമാനമായിരുന്നു. അവിടെ ഇവിടെയായിട്ട് ആനിമേഷൻ പാളിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ നല്ല നല്ല രീതിയിലാണ് മെയിൻ ക്യാരക്ടേഴ്സിനെല്ലാം സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നരസിംഹ ആകട്ടെ, ഹിരണ്യകശിപു ആകട്ടെ, പ്രഹ്ലാദനാകട്ടെ, പ്രഹ്ലാദന്റെ അമ്മയാവട്ടെ, എല്ലാ ക്യാരക്ടേഴ്സും മെയിൻ ക്യാരക്ടേഴ്സ് സൂപ്പറായിട്ട് പോയിട്ട് സൈഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഫിഫയൊക്കെ ഗെയിം ഒക്കെ കളിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഓഡിയൻസ് പോലെ ആയിപ്പോയി. ഒരു ക്ലാരിറ്റി ഇല്ലാതെ, ക്വാളിറ്റി ഇല്ലാതെ, എല്ലാത്തിനും ഏകദേശം ഒരേ മുഖച്ചായൊക്കെ തന്നെ. സോ അവിടെയൊക്കെ അവരൊന്ന് ഉഴപ്പിയിട്ടുണ്ട്. മേ ബി ബഡ്ജറ്റ് ലാഭിക്കാനായിരിക്കാം. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു വലിയ സെറ്റപ്പായിട്ട് നമുക്ക് പറയാമായിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള, തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ഘടോത്കച്ച്, അല്ലെങ്കിൽ ഘടോത്കജൻ എന്ന് പറഞ്ഞ് മലയാളത്തിൽ പറയും. അപ്പോൾ ആ ഒരു ഘടോത്കജന്റെ കഥ അന്ന് അവർ ആനിമേഷനായിട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി ഞാൻ കണ്ടിരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരിക്കലും ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ ആനിമേഷൻ സിനിമകൾക്ക് പുറം രാജ്യങ്ങളിലെ ആനിമേഷൻ സിനിമകളുടെ 7 എത്താൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ ഇപ്പോൾ എനിക്കത് മാറി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഞാൻ സൈഡ് ക്യാരക്ടേഴ്സിന് ഉദ്ദേശിക്കുന്നില്ല, പ്രധാന ക്യാരക്ടേഴ്സിൻ്റെ ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ടിൻ പോലെ അത്രയും ക്ലാരിറ്റിയിൽ നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും തോന്നില്ല ഇതൊരു ആനിമേഷൻ സിനിമയാണെന്നുള്ള രീതിയിൽ തോന്നില്ല. ആ മുഖമൊക്കെ പ്രഹ്ലാദൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ആക്ച്വൽ ആക്ടറിൻ്റെ ഫേസിൻ്റെ രീതിയിലാണ് അത് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ നല്ല മനോഹരമായിട്ട് ഓരോ രംഗങ്ങളും. പ്രഹ്ലാദനെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി തോന്നുന്നത്. നമുക്ക് ആ കുട്ടിയുടെ ആ ഒരു ക്യാരക്ടറായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നും. അവർ ഈ സ്റ്റോറി അറിയാമല്ലോ, നരസിംഹം വരുന്നതും എന്തിനാണ് വരുന്നത് എന്നുള്ളത് കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. ഹിരണ്യകശിപു തപസ് ചെയ്യുന്നതും, അപ്പോൾ ഒരു രീതിയിലും തൻ്റെ മരണം സംഭവിക്കുന്നുണ്ട് ചില പ്രത്യേക രീതിയിലുള്ള അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചെടുക്കും. അങ്ങനെ ആ ഒരു അനുഗ്രഹങ്ങളിൽ നിന്നൊക്കെ അത്തരം ഒരാളിനെ ഒരിക്കലും കൊല്ലാൻ സാധിക്കാത്ത ഒരാളിനെ എങ്ങനെ കൊല്ലാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത്. ശരിക്കും പുരാണം അറിഞ്ഞുകൂടാത്ത ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ പലരും പുരാണത്തെക്കുറിച്ചൊന്നും ശരിക്കും ഒന്നും ചിന്തിക്കുന്നില്ല. സോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ അപ്പന്മാരോ അമ്മമാരോ ഇല്ല. കാരണം മിക്കവരും പല രാജ്യങ്ങളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിലായി പോയതുകൊണ്ട് അവിടെയൊക്കെ വളരുന്നവർക്ക് അവിടുത്തെ സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവർക്കൊക്കെ ഒരു പക്ഷേ പുരാണം കഥ വായിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഈ ഒരു സിനിമ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ മുഴുവൻ ഇരുന്ന് കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പുരാണം ആക്യുറേറ്റ് തന്നെയായിട്ടാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ആക്ഷൻ സീനുകൾ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക സിനിമാറ്റിക് ആക്കാനായിട്ടുള്ള സാധനങ്ങൾ അവർ കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള ഇതല്ല. കാരണം ഒരു കൊച്ചു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് കാണാനായിട്ട് പറ്റിയൊരു സിനിമയാണ്. പുരാണത്തിന് ഏകദേശം അതുപോലെ ആക്യുറേറ്റ് ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മഹാവിഷ്ണു എന്നും അദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾ എങ്ങനെയായിരുന്നു എന്നും അതിൽ നരസിംഹാവതാരം ഉണ്ടായത് എന്തിനു വേണ്ടിയാണെന്നും ഒക്കെയുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും ഏറ്റവും നന്നായിട്ട് ആക്യുറേറ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രഹ്ലാദനും പിന്നെ നമ്മുടെ ഹിരണ്യകശിപുവിൻ്റെ ക്യാരക്ടർ. അസുരന്മാരെ സാധാരണ സിനിമയിലൊക്കെ കാണിക്കുന്ന കുറച്ച് കോമഡി ആയിട്ടാണ്, ഒരു പ്രത്യേക രീതിയിൽ ഒരു ഡിഫോൾട്ട് ക്യാരക്ടറുണ്ട്, കട്ടിമീശ, മറ്റേ ഒരു കറുത്ത പോലത്തെ ഒരു ശരീരം, അങ്ങനത്തെ ഒരു രീതിയിൽ. പക്ഷെ ഇതിനകത്ത് പ്രത്യേക രീതിയിൽ അവരെങ്ങനെ അത് ചിന്തിച്ചെടുത്തു എന്ന് എനിക്കറിയില്ല. ഒരു പ്രത്യേക രീതിയിലുള്ള പല്ലുകളും നല്ലൊരു ഡിസൈനാണ്. ഇതിനകത്ത് ആനിമേഷൻ ടീമിൻ്റെ അല്ലെങ്കിൽ എസ്പെഷ്യലി ആ ക്യാരക്ടർ ഡിസൈൻ ടീമിന് ശരിക്കും ഒരു വലിയ കൈയടി കൊടുത്തേ പറ്റൂ. കാരണം അത്രയും നന്നായിട്ട്
അവർ ആ ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈവൻ നരസിംഹം എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലും നമ്മൾ പെയിന്റിങ്സിലെല്ലാം കണ്ടിട്ടുള്ളതിനെക്കാട്ടിലും മനോഹരമായിട്ട് നിങ്ങൾക്കിപ്പോൾ ബാക്കിൽ കാണാം, അത്ര മനോഹരമായിട്ടാണ് അവർ അതിനെ ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ എന്താ പറയുക, നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്തെടുത്ത ആള് ശരിക്കും നമുക്ക് ആ ദൈവം മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നൊക്കെ തോന്നുന്നില്ല. ശരിക്കും ആ കഥ കുട്ടിക്കാലത്തെ ഞാൻ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞ് ആ കഥകളൊക്കെ എൻ്റെ മനസ്സിൽ രജിസ്റ്റേർഡ് ആണ്. സോ ആ കഥ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ശരിക്കും ദൈവം വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ശരിക്കും പേഴ്സണലി മനസ്സിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ആനിമേഷൻ സിനിമകളിൽ ഇന്ത്യയുടെ ഒരു ആനിമേഷൻ സിനിമയായിട്ട് കാണിക്കാവുന്ന ഒരു സിനിമയാണ്. കാരണം ഇന്ത്യയുടെ ഒരു പുരാണ കഥയെ എടുത്ത് അവർ ചെയ്തിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. അവർ ഇതുകൊണ്ട് നിർത്തുന്നില്ല, ഇനിയും മഹാവതാരങ്ങൾ ഒരുപാടുണ്ട്. ആ ഒരു അവതാരങ്ങളുടെ ആ ഒരു ലിസ്റ്റ് ഓഫ് മൂവീസ് ഇനിയും വരുന്നതായിരിക്കും. അടുത്ത സിനിമ ഏതെന്ന് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഞാൻ ആക്ച്വലി ഈ സിനിമ കഴിഞ്ഞ ആഴ്ച തന്നെ കാണണമെന്ന് വിചാരിച്ചാണ്, കുറച്ച് യാത്രകൾ കാരണം പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ ആഴ്ച ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സ് നിറഞ്ഞു. പിന്നെ ഇതിൽ കുറച്ച് പാളിപ്പോയ ഒരു സാധനം ഇതിൻ്റെ 3D ആണ്. 3D ആക്ച്വലി ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയില്ല. 3D അവിടെ ഇവിടെ ആയിട്ടൊന്ന് പാളിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു നമുക്കിപ്പോൾ എന്താ പറയുക, ബറോസ് പോലത്തെ സിനിമകളിലൊക്കെ 3Dക്ക് വേണ്ടി കുറച്ച് രംഗങ്ങളുണ്ടല്ലോ. ഇതിൽ അങ്ങനത്തെ രംഗങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ 2-3 രംഗങ്ങളായിട്ട് അങ്ങ് പോയി. മൈ ഡിയർ കുട്ടിച്ചാത്തൻ അങ്ങനത്തെയൊക്കെ 3D സിനിമ കൊണ്ട് 3D ഭയങ്കര രസമായിട്ടുള്ളത് വന്നിട്ടുണ്ട്. ആ അത്തരത്തിലുള്ള രംഗങ്ങൾ ഈ സിനിമയ്ക്കകത്തില്ല. പക്ഷെ കഥ നമ്മുടെ ആ ഒരു പുരാണിക് ടച്ചുള്ള കഥയെ മാസ് സിനിമ പോലെ ശരിക്കും നമുക്ക് കണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ശരിക്കും ഒരു മാസ് പടം. ഇപ്പൊ നമ്മൾ തുടരും കണ്ടപ്പോൾ കിട്ടിയൊരു ഇമ്പാക്ട്, തുടരുമിൽ നമ്മളൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. KGF കാണുമ്പോൾ റോക്കി ബൈ വരുമ്പോൾ ഉള്ളൊരു ഇമ്പാക്ട്, ഇപ്പൊ സലാർ കാണുമ്പോൾ പ്രഭാസിന്റെ ദേവരഥ വരുമ്പോൾ ഉള്ളൊരു ഇമ്പാക്ട്, അത്തരത്തിൽ ഒരു ഇമ്പാക്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് നമ്മുടെ നരസിംഹത്തിന്റെ എൻട്രിയിൽ സാധിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള കുറേ പരിപാടികൾ. പിന്നെ നരസിംഹം ഇതിനകത്ത് പ്രഹ്ലാദനെ ചേർത്ത് പിടിക്കലുണ്ട്. അത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ മനസ്സങ്ങോട്ട് നിറഞ്ഞിട്ട് ശരിക്കും ഭയങ്കര നമ്മളൊക്കെ ഇങ്ങനെ തകർന്ന് നിൽക്കുമ്പോൾ ആരെങ്കിലും അതുപോലൊരു ചേർത്ത് പിടിക്കൽ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് തോന്നിപ്പോ. അത്രയ്ക്ക് ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒരു ചേർത്ത് പിടിക്കലാണ് ആ നരസിംഹം പ്രഹ്ലാദനെ ചേർത്ത് പിടിക്കുന്ന ഒരു രംഗം. അങ്ങനെ ഒരുപാട് മനോഹരമായ രംഗങ്ങളും സാധാരണ ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് അത്ഭുതകരമായിട്ടുള്ള രംഗങ്ങളും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ ഈ മഹാവതാർ നരസിംഹ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. എസ്പെഷ്യലി കൊച്ചുകുട്ടികളെയും കൊണ്ട് പോവുക. കാരണം ഇന്നത്തെ കാലത്തുള്ളവർക്ക് പഴയ കഥകളും മറ്റുമൊക്കെ അറിയാനായിട്ട് അവർ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്നവർക്ക് കിട്ടാറില്ല സോഴ്സസ്. അപ്പോൾ ഇതൊരു നല്ല സോഴ്സാണ്, ഈ ഒരു സിനിമ നല്ല സോഴ്സാണ്. ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടുവെക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് മ്യൂസിക് ഒരിക്കലും ഒരു ആനിമേഷൻ സിനിമ ലെവൽ മ്യൂസിക് അല്ല. ഒരു ആക്ച്വൽ മൂവിക്ക് എങ്ങനെ ഒരു മ്യൂസിക് കൊടുക്കണോ അത്രയും മനോഹരമായിട്ട് നമ്മളിപ്പോൾ മൊആന പോലത്തെ അല്ലെങ്കിൽ അവതാർ പോലത്തെ പടങ്ങളിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ലെവൽ ഓഫ് മ്യൂസിക് അത്രയും ഞാൻ പറയുന്നത്. ഇപ്പൊ അവരൊരു സിനിമ പോലെയാണ് എല്ലാത്തിനെയും കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ മൊആന അല്ലെങ്കിൽ സൊട്ടോപ്പിയ അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളുണ്ട്, ആനിമേഷൻ മൂവീസ്. അതിലെല്ലാത്തിലും വന്നിരിക്കുന്ന ഒരു ലെവൽ ഓഫ് മ്യൂസിക് പോലെ അതിനെ മാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഒരു ഇന്ത്യൻ എന്താ പറയുക നോർമൽ ആയിട്ടുള്ള ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ലെവലിലുള്ള മ്യൂസിക്കാണ് ഇതിൽ സാം CS ചെയ്തിരിക്കുന്നത്. സോ എല്ലാം കൊണ്ടും, പ്രൊഡക്ഷൻ കൊണ്ടും ക്വാളിറ്റി കൊണ്ടും മേക്കിംഗ് കൊണ്ടും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സൂപ്പർ സിനിമയാണ് നമ്മുടെ മഹാവതാർ നരസിംഹ. ഒരിക്കലും ഇതൊരു ആനിമേഷൻ സിനിമയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. കാരണം കിടിലം എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടുക. ഉറപ്പായിട്ടും ഇന്ത്യൻ സിനിമയാണ്. ആനിമേഷൻ കുറച്ച് നമ്മൾ അങ്ങ് വളർന്ന് സെറ്റപ്പ് ആയിട്ടില്ല, അതിൻ്റെതായിട്ടുള്ള പാളിച്ചകളുണ്ട്, 3Dയിൽ പാളിച്ചകളുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു കഥ ഇത്രയും മനോഹരമായിട്ട് മാസ് എലവേഷൻ സീൻസ് കൊണ്ട് നിറച്ച് സിനിമ സ്ക്രീൻസിൽ എത്തിച്ചതിന് ഇവരുടെ ഒരു ടീമിന് വലിയൊരു കയ്യടി അർഹിക്കുന്നു. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് പേഴ്സണലി 4/5 ആണ്. കാരണം മേ ബി ഒരുപാട് ആനിമേഷൻ സിനിമകൾ ഉണ്ടായിരുന്നു എനിക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ മേ ബി റേറ്റിംഗ് മൈറ്റ് വേരി. പക്ഷെ ഇപ്പോൾ ഒരുപാടൊന്നും വന്നിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ 5/4 തന്നെയാണ് കൊടുക്കുന്നത്. സോ നിങ്ങൾ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Voice എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും സൈനിങ് ഓഫ്. ബൈ.